സഖാവെ, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കാണും? വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് കേരളത്തെ സംബന്ധിച്ച് തന്നെ. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ UDF-ന് അതിനെപ്പറ്റി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവർക്ക് വിമർശനങ്ങളുണ്ടാവാം, പക്ഷേ ഒന്നും നടന്നില്ല എന്നവർ പറയുന്നില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് നല്ലത്. കാരണം പല കാര്യങ്ങളും നിർമ്മിച്ച് അതിൻ്റെ നല്ലൊരു ഭാഗമായി അത് പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെതായ നടപടിക്രമമുണ്ട്. അത് വിഴിഞ്ഞം തുറമുഖം മുതൽ ഇങ്ങോട്ടുള്ള മേജർ പ്രൊജക്റ്റുകളും മറ്റു കാര്യങ്ങളും ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നന്നായി നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഇടതുപക്ഷം വരണം. പിന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചു എന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷനെല്ലാം വർദ്ധിപ്പിച്ച് കൃത്യമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. അത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൊട്ടാരക്കരയെ സംബന്ധിച്ചും ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇവിടെയും ധാരാളം വികസന കാര്യങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് പോകുന്നത്. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം അതെങ്ങനെയുണ്ട് സാർ? ഈ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഉച്ചയ്ക്കും വെയിലത്ത് ആളുകൾ നിൽക്കുകയാണ്. അത്രയ്ക്കും അവർ ആവേശഭരിതരാണ്. ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് MLA എന്ന നിലയിൽ ഞാൻ. അതുകൊണ്ട് ആ ബന്ധമുണ്ട്, വികസനത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതെങ്ങനെയായിരിക്കും വിജയ പ്രതീക്ഷ? വളരെ അനുകൂലമായ വിജയമായിരിക്കും കേരളത്തിലാകെ. കൊട്ടാരക്കരയിലും ഉജ്ജ്വലമായ വിജയം ഉണ്ടാകുന്നതാണ്. ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലം കൂടിയാണല്ലോ. അതെങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് കരുതുന്നു? രാഷ്ട്രീയ സാഹചര്യത്തിലല്ല, രാഷ്ട്രീയ നിലപാടുകൾ രണ്ട് മുന്നണിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ മാറ്റിയ ഒരു ഘട്ടമാണെന്ന് പറയാം. കഴിഞ്ഞ 3 പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന പഴയ MLA അവർ കോൺഗ്രസിനകത്ത് ചേർന്ന് സ്ഥാനാർത്ഥിയായി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അതൊരിക്കലും ആരും അംഗീകരിക്കുന്നൊരു കാര്യമല്ല. കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ പോയത്? ഒരു സ്ഥാനത്തിന് വേണ്ടി പോവാം, അതവരുടെ ന്യായം. സ്വന്തം സ്ഥാനത്തിന് വേണ്ടിയിട്ട് പോകാമെന്നുള്ള ഒരു തരത്തിലൊരു കാര്യം കാണാൻ പാടില്ല. ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലയോ നമ്മൾ ഓരോരുത്തരും പൊതുരംഗത്ത് നിൽക്കുന്നത്. അവർ കോൺഗ്രസിൽ ചെന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് 2 ആളുകൾ BJP-യിലേക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആൾ, എനിക്കെതിരെ അന്ന് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തക, അവരിപ്പോൾ BJP സ്ഥാനാർത്ഥിയാണ്. മറ്റൊരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ട് NDA മുന്നണിയിലാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, ഈ രാഷ്ട്രീയ അത്ഭുതങ്ങളാണ്. അതൊരു നല്ല പ്രവണതയല്ല രാഷ്ട്രീയത്തിൽ. കാരണം എന്തു പറഞ്ഞാലും നമ്മുടെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ പൊതുവിൽ എല്ലാവരും നിലപാടെടുക്കുന്നത്. പൊതുവിൽ നമ്മളൊരു ദീർഘകാലം ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നത്, അത് പൊതുവിൽ നമ്മുടെ ഒരു കൺവിക്ഷനാണ്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ്. അതല്ലാതുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ഞാനതിനെപ്പറ്റി അത് കൂടുതൽ വിമർശനമൊന്നും പറഞ്ഞില്ല. എന്തായാലും അവസരവാദത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും ഒന്നും രാഷ്ട്രീയത്തിനല്ല ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രസക്തി എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തകനായി നിൽക്കുന്നതും ചെയ്യുന്നതും. പരമാവധി കാര്യങ്ങൾ, ഇപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നാടിൻ്റെ MLA എന്ന നിലയിൽ ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാടിനൊരു അഭിമാനമാണ്. അത് ഏറ്റവും കൃത്യമായി ചെയ്യുന്നുണ്ട്. ധനകാര്യവകുപ്പ് ഇത്രയും പല സംസ്ഥാനങ്ങളും ധനകാര്യവകുപ്പ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയമാണെങ്കിലും നമുക്ക് ഒരു കാര്യവും നിന്നു പോകാതെ കൊണ്ടുപോകാൻ പറ്റി. ഈ മണ്ഡലത്തിലെ കാര്യം ചെയ്യുന്നു. അതിനൊക്കെ ജനങ്ങളുടെ അംഗീകാരം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പം തെറ്റായ കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കില്ല ജനങ്ങളെന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പം വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല, വിജയം തന്നെ സുരക്ഷിതം. തീർച്ചയായിട്ടും നല്ല വിജയമായിരിക്കും കൊട്ടാരക്കരയിലും കേരളത്തിലും ഇടതുപക്ഷത്തിനും അന്വേഷിച്ചത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് KN ബാലഗോപാൽ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. പ്രദീപ് വാളത്തുകളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.